എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ക്രോം ഹെഡ്ലെസ് ഇൻകോഗ്നിറ്റോ മോഡ്സിൽ കരേറ്റ് യൂസ് ചെയ്ത് UI ടെസ്റ്റ് എക്സിക്യൂഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഡെമോയിലേക്ക് നേരിട്ട് പോകാം. ഞാൻ എക്ലിപ്സ് IDE ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റ് UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിൻ്റെ അകത്ത് com.test എന്നൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിനുള്ളിൽ ക്രോം ഹെഡ്ലെസ് ആൻഡ് ഇൻകോഗ്നിറ്റോ മോഡ്സ്.ഫീച്ചർ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോഡ് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഈ ഫീച്ചർ ഫയലിൻ്റെ അകത്ത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫീച്ചറിന് കൊടുത്തിരിക്കുന്ന പേര് ഇതാണ്, റൺ കരേറ്റ് ടെസ്റ്റ് ഇൻ ക്രോം യൂസിങ് ഹെഡ്ലെസ് ആൻഡ് ഇൻകോഗ്നിറ്റോ മോഡ്സ്. നമുക്ക് ആദ്യത്തെ സിനാരിയോ നോക്കാം. സിനാരിയോയുടെ പേര് ഹെഡ്ലെസ് മോഡ് എന്നുള്ളതാണ്. ഇവിടെ ഫോർത്ത് ലൈനിൽ സ്റ്റാർ കോൺഫിഗർ ഡ്രൈവർ ടൈപ്പ് ക്രോം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു കീ കൊടുത്തിട്ടുണ്ട്. ഈ കീയുടെ വാല്യൂ അറിയായിട്ടാണ് ഞാൻ ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് പാസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ സിംഗിൾ കോഡ്സിൽ ഹൈഫൻ ഹെഡ്ലെസ് ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞ ഫ്ലാഗാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലാഗ് പാസ് ചെയ്യുമ്പോഴാണ് ക്രോം ഹെഡ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹെഡ്ലെസ് എന്ന് പറയുമ്പോൾ ബ്രൗസറിൻ്റെ UI ഓപ്പൺ ആകില്ല, എക്സിക്യൂഷൻ ബ്രൗസറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും സംഭവിക്കുന്നത്. ടെസ്റ്റ് URL ഓപ്പൺ ചെയ്യുന്നു, മാക്സിമൈസ് ചെയ്യുന്നു, 7th ലൈൻ ടൈറ്റിൽ പ്രിന്റ് ചെയ്യുന്നു, 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് UIയിൽ അത് കാണാൻ സാധിക്കില്ല. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സെനേരിയസ് 1 പാസ്റ്റ് 1 എന്നുള്ളത് വന്നിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ടിനകത്ത് ടൈറ്റിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്തുകൊണ്ടുണ്ടെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഈ റിപ്പോർട്ട് ഞാൻ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുവാണ്. സെനേരിയോ പാസ്റ്റ് ആണ്. ഇവിടെ 7th ലൈൻ എക്സ്പാൻഡ് ചെയ്ത ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്പാർക്ക് ലാബ്സ് എന്നുള്ളത്. ഇനി നമുക്ക് ഇൻകോഗ്നിറ്റോ മോഡിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നോക്കാം. ഞാൻ ഈ സെനാരിയോ കമൻറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഈ സെനാരിയോ ഞാൻ അൺകമൻറ്റ് ചെയ്യുന്നു. സെനാരിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ഇൻകോഗ്നിറ്റോ മോഡ് എന്നാണ്. 11th ലൈനിൽ ആഡ് ഓപ്ഷൻസ് എന്നുള്ള കീ യൂസ് ചെയ്തിട്ടുണ്ട്. തവണ പാസ് ചെയ്തിരിക്കുന്ന ഫ്ലാഗ് ഹൈഫൻ ഇൻകോഗ്നിറ്റോ എന്നുള്ളതാണ്. അതായത് ഇൻകോഗ്നിറ്റോ മോഡിലായിരിക്കും ഇനി ക്രോം ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്കി ലൈൻസ് ഓഫ് കോഡ് ഫസ്റ്റ് സിനാരിയോ ആയിട്ട് സെയിം ആണ്. ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് ഇൻകോഗ്നിറ്റോ മോഡിൽ ക്രോം ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. സ്പാർക്ക് ലാബ്സിൻ്റെ വെബ്സൈറ്റ് ലോഡായി, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ സെനേരിയസ് 1 പാസ്റ്റ് 1 വന്നിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെനേരിയോയുടെ പേര് വന്നിട്ടുണ്ട്, ടൈറ്റിലും പ്രിൻ്റായി. അപ്പോൾ ഇങ്ങനെയാണ് കരേറ്റ് യൂസ് ചെയ്ത് ടെസ്റ്റ് കേസുകൾ ക്രോമിൽ ഹെഡ്ലെസ് മോഡിലും ഇൻകോഗ്നിറ്റോ മോഡ്സിലും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാൻ ഈ കോഡ് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് അവിടെ നിന്ന് റീയൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സിനെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കും. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.